ശ്രീ സാമുകെ വർക്കി തുടങ്ങിയ നേതാക്കളെ ഈ വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ആദരണീയനും ബഹുമാനീയനുമായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T. സിദ്ദിഖി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദരണീയനും ബഹുമാനീയനുമായ കോട്ടയത്തിന്റെ അഭിമാനം കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹമാണ്. ഞാൻ ഏറ്റവും വിജയപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷ് MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ അനുസ്മരണ സമ്മേളനം ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ആദരണീയനും ബഹുമാന്യനുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവர்களാണ്. ഞാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാധ്യനായ ഗവർണറെ ആരാധ്യനായ സ്പീക്കറെ ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിന് വേണ്ടി പാമ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപകുമാറിനെ ക്ഷണിക്കുന്നു. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും മുക്തിദം ദയാ സ്വർഗരാജ്യത്തിലേക്കെന്റെ നാടൊന്ന് ഉണരണേ ദൈവമേ, മുക്തിദം ദയാ സ്വർഗരാജ്യത്തിലേക്കെന്റെ നാടൊന്ന് ഉണരണേ ദൈവമേ, എന്റെ നാടൊന്ന് ഉണരണേ ദൈവമേ. ഒരു പ്രസംഗം ഇപ്പോൾ ഈ LED സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നു. അത് 2 വർഷം കൊണ്ട് കേരളം വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 2 പുരോഗമന ആശയങ്ങളോട് നമ്മൾ കാട്ടിയിട്ടുള്ള ആഭിമുഖ്യം, 3 സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന് മാതൃകയായി നമ്മൾ നിർത്തിയിട്ടുള്ള ഇത് 3 ഈ 60 കൊല്ലത്തെ നേട്ടങ്ങളിൽ അഭിമാനം തോന്നുമ്പോൾ ഈ 3 പ്രത്യേകതകളും നമുക്കെന്നും കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ കാണുന്ന ഈ 3 കാര്യം അതിന് പ്രതിജ്ഞയെടുക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നേടിയ നേട്ടം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാണ്. നമ്മൾ പല കാര്യങ്ങളിലും പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് എത്താൻ സാധിച്ചു.
കേരളം ഇന്ന് ഡിജിറ്റൽ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കും. അങ്ങനെ നമ്മൾ ലക്ഷ്യമിട്ട വലിയ നേട്ടങ്ങൾ നമുക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മവിശ്വാസമായിട്ട് മാറണം. നമുക്കൊരു കുറവ് സംഭവിച്ചു. ഈ നേട്ടങ്ങളുടെ ഒക്കെ നടുവിലൊരു കോട്ടം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന രംഗത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വലിയ വീഴ്ചകളുണ്ട്. ആ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കണം. അതിലൂടെ കേരളത്തിന്റെ അനന്തമായ ടൂറിസം രംഗത്തെ അനന്തമായ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. IT, ഉന്നത വിദ്യാഭ്യാസ രംഗം, ആയുർവേദം ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവന മേഖലയുടെ പ്രവർത്തനങ്ങൾ ഈ ഇന്നങ്ങളിലെ മലയാളികളുടെ ഈ 60 കൊല്ലത്തെ പങ്കാളിത്തം നമുക്കൊരിക്കലും വിശ്രമിക്കാനാവും. അവരുടെ സാമ്പത്തിക സ്രോതസ്സിൽ കൂടിയുള്ള അവരുടെ പങ്കാളിത്തം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ കേരളത്തിന് പുറത്തുണ്ടാക്കിയ സൽപ്പേർ അഭിമാനകരമായിട്ടുള്ള, അതുപോലെ തന്നെ ലോകത്തെമ്പാടും നടക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലും ഉൾക്കൊള്ളുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിനും അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സാറ് നമ്മുടേതായ തനത് നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഇനിയുള്ള അവസരം ഈ 60ാം വാർഷികത്തിൽ നിന്ന് കൂടുതൽ ആത്മവിശ്വാസത്തോട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. So thank you very much. മജാനി സാറ് നമ്മളിലേക്ക് പകർന്നു നൽകിയ ഈ ഒരു ആത്മവിശ്വാസം, സ്നേഹവും ഈ വഴിത്താരങ്ങളുടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ ദൗത്യം നെഞ്ചേറ്റി മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ജനപ്രതിനിധി സ്വാഗത പ്രസംഗത്തിനായിട്ട് ഈ വേദിയിലേക്ക് ചാണ്ടി ഉമ്മൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ, ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ KC വേണുഗോപാൽ അവർ, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പിതാവിന്റെ 3ാം ചരമവാർഷികത്തോട് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ വന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, കേരള നിയമസഭയുടെ സ്പീക്കർ, എന്നതിനും അപ്പുറം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിന്റെ ഉദ്ഘാടകൻ ആദരണീയനായ KC വേണുഗോപാൽ അവരാണ്. ഭാരതത്തിലെ കോൺഗ്രസിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന, ഭാരതത്തിലെ കോൺഗ്രസിനെ ശക്തമായി നയിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസിനെ വലിയ വിജയം നേടിത്തന്ന പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവർ, അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ എന്റെ പിതാവിന്റെ അവസാന കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. എന്റെ പിതാവിന് എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജർമ്മനിയിൽ പോകാനുള്ള ചികിത്സാ ചെലവടക്കം, അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാനും അദ്ദേഹത്തിന്റെ വിയോഗശേഷം തിരിച്ചു വരുവാൻ ഉൾപ്പെടെയുള്ള സകല സൗകര്യങ്ങളും ചെയ്ത പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. പുതുപ്പള്ളിക്ക് വേണ്ടി സ്പെഷ്യലായി അദ്ദേഹം വന്നിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് 5 കോടി രൂപ പുതുപ്പള്ളിയിൽ ഒരു ടെക്നോ പാർക്കിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു. 50 കോടി രൂപ പുതുപ്പള്ളിയുടെ ടെക്നോ പാർക്കിന് നൽകുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശ്രീ സാഗറിലെത്തി. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് നിമിഷം കേസിന്റെ ഇടയ്ക്കാണ്. ആ കേസിൽ വെച്ചാണ് അദ്ദേഹവുമായി പരിചയപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു. ഏറ്റവും ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി, ആദരണീയനായ ശ്രീ മോൻസ് ജോസഫ് അവർ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ വളരെ ശക്തി സ്രോതസ്സാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു. എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ, ശിഷ്യൻ, അദ്ദേഹത്തിനോടൊപ്പം ജീവിതകാലം മുഴുവൻ
ഒരാഴ്ച മുഴുവൻ ചെലവഴിച്ച പ്രിയപ്പെട്ട ശ്രീ ടി സിദ്ദീഖ് അവർ അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഒരു മന്ത്രി എന്ന നിലയ്ക്ക് പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ടി സിദ്ദീഖ് അവർ, പ്രിയപ്പെട്ട ബെന്നി മേനോൻ അവർ, എന്റെ അപ്പനോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെക്കാട്ടി കൂടുതൽ സ്നേഹം ബെന്നിച്ചേട്ടനായിരുന്നു ഒരു സംശയം. അമ്മയ്ക്ക് ആ സംശയം ചെറുതായിട്ടുണ്ട്. അമ്മ പറഞ്ഞു എന്നെക്കാട്ടി കൂടുതൽ ബെന്നിയെ നോക്കിയാണ് വിളിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏതായാലും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സഹോദരനായ, എന്റെ പിതാവിന്റെ സഹോദരനായ ശ്രീ ബെന്നി മേനോൻ എംപിയെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ കോട്ടയത്തിന്റെ ജനനായകൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ, അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. നമുക്കറിയാം നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കുന്ന ഈ നാടിന്റെ ജനനായകൻ വലിയ ഭൂരിപക്ഷം പുതുപ്പള്ളി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. ഏറ്റവും പ്രിയപ്പെട്ട കെ സി ജോസഫ് അവർ, എന്റെ പിതാവിനോടൊപ്പം മന്ത്രിസഭയിലും അല്ലാതെയും ഒക്കെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ശ്രീ കെ സി ജോസഫ് അവരുടെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശിവേരി മഠത്തിന്റെ താന്ത്രിക ആചാര്യൻ ശ്രീനാരായണ തീർത്ഥ സ്വാമികൾ നമ്മളോടൊപ്പം ഇന്നിവിടെയുണ്ട്. അദ്ദേഹം നമ്മളെ കാണുവാൻ കണ്ട് വളരെയധികം ദൂരത്ത് വന്നിരിക്കുക. ഒപ്പം ഇന്ന് ശിവേരി മഠത്തിലെ സന്യാസികളുടെ 50-ാം വർഷ പ്രവേശനം അതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ്. സ്വാമികളെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ തന്നെ കുടുംബത്തിന്റെ ബന്ധുവായ അഭിനന്ദ പോളികാർപ്പോസ് തിരുമേനിയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ അദ്ദേഹം തിരുമേനിയായ ദിവസം മുതൽ ഞങ്ങളുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം, അതിനു മുമ്പും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന തിരുമനസ് അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട DCCയുടെ പ്രസിഡന്റ് ആദരണീയനായ നാട്ടകം സുരേഷ് MLA അവർ, അദ്ദേഹം ഞങ്ങളുടെ ഒരു കൈത്താങ്ങായി, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ശക്തി സ്രോതസ്സായി നിൽക്കുന്ന വ്യക്തിയാണ്. ശ്രീ നാട്ടകം സുരേഷിനെയും കോൺഗ്രസിന്റെ കോട്ടയത്തിന്റെ അധിപനായ അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. NSS കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ വി ഗോപകുമാർ അവർ, അദ്ദേഹവും ഈ വേദിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്ന. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം വരും. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ സുരേഷ് അവർ, CSDSന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഏറ്റവും അവശ്യ ജനവിഭാഗത്തിന് വേണ്ടി എന്നും പോരാട്ടം നടത്തുന്ന ശ്രീ കെ സുരേഷ് അവരുടെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രീ ജോഷി ഫിലിപ്പ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഒപ്പം എന്റെ ഒരു വഴികാട്ടി, ഞാൻ MLA ആയ ദിവസം മുതൽ എന്നോടൊപ്പം എല്ലാ പ്രശ്നങ്ങളിലും നിൽക്കുന്ന പ്രിയപ്പെട്ട ജോഷിയാനെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട UDFന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യു അവർ, അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പള്ളി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാം കെ വർക്കി മണ്ഡലം പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട JG പാലക്കോടി പാമ്പാടിയിലെ ധീരനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹവും ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു. ഒപ്പം നമ്മുടെ കോട്ടയത്തെ ഏറ്റവും മുതിർന്ന നേതാവ്, സമുന്നതരായ കോൺഗ്രസിന്റെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വാഴക്കി ജോസഫ് വാഴക്കൻ അവர்களെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ശ്രീമതി കൃതാകുമാരി സരിമോൻ, പ്രിയപ്പെട്ട ശ്രീ KK രാജു, ശ്രീ KB ഗിരീശൻ അടക്കമുള്ളവരെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് മറ്റൊരു ചടങ്ങിന് കൂടി ഇവിടെ വേദിയാവുകയാണ്. ശ്രീ ഡെൽവിൻ ഡാനി, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന വന്നുകൊണ്ടിരിക്കുകയാണ്. സാക് ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഇവിടെ വന്ന് ധാരണാപത്രം ഒപ്പിടാൻ പോവുകയാണ്. പുതുപ്പള്ളിയിലെ ഞാൻ MLA ആയ ദിവസം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, പുതുപ്പള്ളിയിൽ സ്പോർട്സിന്റെ വികസനം ഉണ്ടാകണം എന്നുള്ളത്. ഇന്ന് അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ സാക് ഗ്രൂപ്പുമായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പുതുപ്പള്ളിയിൽ ഒരു സ്പോർട്സ് കം ഇന്നോവേഷൻ സിറ്റിക്ക് തറക്കല്ലിടുവാൻ ധാരണാപത്രം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നീണ്ട് പോകുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വിവാദത്തിന് വേദിയാക്കുക. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി എന്റെ പിതാവിന്റെ ഏത് ചടങ്ങ് നടത്തിയാലും ഇവിടെ വിവാദമാണ്. 1-ാം അനുസ്മരണം തൊട്ട് 3-ാം അനുസ്മരണം വരെ വിവാദത്തിന്റെ ഘോഷയാത്രയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തെ വിളിച്ച് ബാക്കി എല്ലാ വിവാദവും നടത്തിപ്പോകും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് വിവാദത്തിന്റെ വേദിയായി പുതുപ്പള്ളിയിൽ നന്ദി പറയുന്ന എന്റെ പിതാവിനെയും മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്.
പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് 1:30 എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇവിടെ പ്രത്യേകമായി സ്മരിക്കുകയാണ്. അദ്ദേഹത്തെ ഓരോരുത്തർക്കും വേണ്ടി ഉരുപ്പടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ദീർഘകാലത്തെ പാർലമെന്റേറിയൻ പരിചയ സമ്പത്തുള്ള കോട്ടയത്തിന്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി കെ.സി. അഭിനന്ദനായ സമ്മേളനത്തിൽ സ്വാഗതം സംസ്കാരത്തിൽ ചാർജ് സ്നേഹമുള്ള ശ്രീ സർജൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സാഹചര്യം ശ്രീമതി ബഹുമാന്യനായ മാതൃക സ്നേഹമുള്ള ശ്രീ മോഹൻ പ്രിയപ്പെട്ട ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ സ്നേഹമുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യ സമിതി ശ്രീ കെ.സി. ജില്ലാ കോൺഗ്രസ് മറ്റ് സ്നേഹവതിയായ ശ്രീ ജോസഫ് ആണെങ്കിൽ ശ്രീ ജോസഫ്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പാലക്കരടക്കം ഈ വേദിയിൽ സദസ്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമാണ് കേരളത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മ ഒളിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളെ വിളിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി വിവാദങ്ങളില്ലാത്ത ഒരു ചരിത്ര പുരുഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ സമൂഹത്തിൻ്റെ എല്ലാ ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്നത്. ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹമായിട്ട് ഇടപഴകിയിട്ടുള്ള പതിറ്റാണ്ടുകളെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ്. ഞാനിതൊന്നും ആവർത്തിക്കുന്നതേയില്ല. ശ്രീ കെ.സി. പോലുള്ള ഒരു ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹത്തിന് ആലപ്പുഴയിൽ 11 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, ഞാനിവിടെ വന്നപ്പോൾ കണ്ട മുദ്രാവാക്യമുണ്ട്, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സംസ്കാരമായിട്ടാണ് അത് തലമുറകളിലേക്ക് കൈമാറുകയാണ്. അതെന്നും തലമുറകളിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളായി എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് മൊത്തം നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ എന്നും ആരാധിക്കാൻ കഴിയുന്ന, എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും. ഞാൻ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും കിടക്കുന്നതേയില്ല. സമയത്തിൻ്റെ ദൗർലഭ്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സ്പീക്കർ എന്ന് പറയുന്നത് സംസാരിക്കരുത് എന്നുള്ളതാണ്. സ്പീക്കർ ഡസൻ സ്പീക്ക് എന്നാണ് സാധാരണഗതിയിൽ കീഴ്വഴക്കായിട്ട് പറയുന്നത്. ചിലപ്പോൾ കീഴ്വഴക്ക് ലംഘിക്കേണ്ടി വരും. എന്നാലും ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നമ്മളുടെ ഏറ്റവും പ്രമുഖനായ, ഈ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്യുജ്വലമായ ശക്തി സ്രോതസ്സായി നിന്നിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാർക്കും മുതിർന്ന തലമുറയിൽപ്പെട്ടവർക്കും 100% അംഗീകരിക്കാൻ കഴിയുന്ന നല്ല നേതാവായി അദ്ദേഹത്തെ
വളർത്തിയെടുത്ത പുതുപ്പള്ളിയെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. 1970 തെരഞ്ഞെടുപ്പാണ് പലപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത്. 70 ശ്രീ ഉമ്മൻചാണ്ടി ആദ്യമായി ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്ന് ശ്രീ കുര്യൻ്റെ ഒരു ലേഖനമുണ്ട് മനോരമയിൽ, തെങ്ങും ഉമ്മൻചാണ്ടി. അന്ന് സത്യം പറഞ്ഞാൽ തെങ്ങ് ചിഹ്നത്തിലാണ് ശ്രീ ഉമ്മൻചാണ്ടി കണ്ടസ്റ്റ് ചെയ്യുന്നത്. ചിഹ്നം തെങ്ങാണെന്ന് മാത്രമല്ല, തെങ്ങോടെ പറിച്ചെടുത്തുകൊണ്ട് വരുന്ന പ്രവർത്തകന്റെ അതങ്ങാത്ത ആവേശം നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അതേ ആവേശം പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ അവശേഷിപ്പിച്ച് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മനസ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വപ്നം ഈ മണ്ണിൽ നടപ്പാക്കാനുള്ള ദൗത്യമാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം നടപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടിയും അതിന്റെ എല്ലാം ഒരു ഘടകമായി ഞാൻ കാണുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ശ്രീ ചാണ്ടിയുമ്മനും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം നേരുകയാണ്. കേരള നിയമസഭയിൽ നമ്മുടെ ചാണ്ടിയുമ്മൻ എത്രയോ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ആലോചിക്കുകയാണ്. അദ്ദേഹം പക്വത വന്ന വ്യക്തിയായി, എല്ലാ അർത്ഥത്തിലും ജനകീയ നേതാവായി, ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ച ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്കെല്ലാവർക്കും ആദരണീയനായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ മുൻനിര പോരാളി, AICC ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട MP ശ്രീ KC വേണുഗോപാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട സമൂഹമായ ഈ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, കേരള നിയമസഭയിലെ ഏറ്റവും ശ്രദ്ധേയനായ സ്പീക്കർ, നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രനും പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA-യുമായ ശ്രീ ചാണ്ടിയുമ്മൻ, അഭിമന്യ ഉമ്മൻചാണ്ടിയുടെ പത്നിയും പ്രിയപുത്രനും, ബഹുമാന്യനായിട്ടുള്ള കേരള ജലസേചന മന്ത്രി ശ്രീ മനശ്വാസ, കൃഷി വകുപ്പ് മന്ത്രി ശ്രീ T. സിദ്ദിഖ്, പ്രിയപ്പെട്ട MP ഫ്രാൻസിസ് ജോർജ്, പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ബെന്യമഹനാൻ, ഈ വേദിയിൽ പ്രോത്സാഹിക്കുന്ന അഭിനന്ദനായിട്ടുള്ള തിരുവേലിമാർ, മറ്റു ജനപ്രതിനിധികൾ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലും കേരളത്തിലും മാത്രമല്ല ലോകമെമ്പാടും നടക്കപ്പെടുന്നുണ്ട്. ലോകമെമ്പാടെന്ന് പറഞ്ഞാൽ ഒരു അതിശക്തിയാണ്. സത്യത്തില് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും സമ്പൂർണമായ പ്രകാശനം ജനം കൂടുതൽ ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു തെറ്റാണ്. പൊതുപ്രവർത്തകരായ നമ്മളെയെല്ലാം സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ പൊതുപ്രവർത്തന ചരിത്രത്തിന് തന്നെ
രണ്ട് ഘട്ടങ്ങളാണ് ഉമ്മൻചാണ്ടി സമ്മാനിച്ചത്. ഒന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷവും ഉമ്മൻചാണ്ടിക്ക് മുമ്പ്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും VIP-കളാകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ ശൈലിയെ മാറ്റി ജനങ്ങളാണ് VIP എന്നുള്ളൊരു കൾച്ചർ, സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും മുന്നിൽ നിന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ അവരെയാണ് VIP-മാരായിട്ട് കണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭരണതലത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനുള്ള സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ രാഷ്ട്രീയത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സേവക നേതൃത്വം എന്ന് പറയും. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സെർവന്റ് ലീഡർഷിപ്പിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉദാഹരണമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് സംശയമില്ല. മാവോസത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണ് കിടക്കുന്ന മീനിനെ പോലെയാണ്. ആ പദം അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുന്ന അതിലൂടെ പൊതുപ്രവർത്തന നേതാവാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. സത്യത്തിൽ ഉമ്മൻചാണ്ടി മരണത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ മുന്നിൽ കാണാവുന്ന ഏറ്റവും നഗ്നമായത്. ഈ കല്ലറക്ക് മുമ്പിൽ എല്ലാ വർഷവും എല്ലാ ദിവസവും തോറും വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നത് നിവേദനം കൊടുക്കാനായിരിക്കും, എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കാൻ സ്വാഭാവികമാണല്ലോ. പക്ഷെ ഈ കല്ലറയിലേക്കുള്ള ഈ പ്രവാഹം ഉമ്മൻചാണ്ടി എന്നുള്ള മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും ആർജിച്ച ഏറ്റവും മഹത്തരമായ സ്നേഹത്തിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തന ശൈലി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആലപ്പുഴയിൽ ഒരു പൊതുചടങ്ങിൽ അദ്ദേഹം വരികയുണ്ടായി. ആ ചടങ്ങിലേക്ക് 2 ശാരീരിക വൈകല്യം പൂർണ്ണമായിട്ട് 2 കുട്ടികളുമായിട്ട് ഒരു സഹോദരൻ തണ്ണീർമുഖത്ത് വന്നു. തണ്ണീർമുഖത്ത് വന്ന് ആ 2 കുട്ടികൾക്കും ശാരീരികമായ വൈകല്യമാണ്, നടക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, അത്രയും വൈകല്യമുള്ള അച്ഛനിൽ നോക്കാറുള്ളൂ. ആ കുടുംബം അനാഥമായ കുടുംബം. മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുത്താൽ ചെറിയ ധനസഹായം കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷേ അവിടെ ഞാൻ കണ്ടത് അധികം അസഞ്ചാരങ്ങൾ കാണാത്ത മഹാതിരക്കുകൾക്കിടയിൽ കാണാൻ അവരെ അദ്ദേഹം പ്രത്യേകമായി അനുവദിച്ച് കൊണ്ടുവന്നു. അവിടെ ഇരുന്നു. അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ നിന്നും 50,000 രൂപ പാസ്സാക്കി കൊടുത്തു. പിന്നെ അദ്ദേഹം അവിടെ ചോദിക്കുക ഇനി എന്ത് വേണം. അപ്പോൾ പറയുകയാണ് ജീവിക്കുന്ന എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത് തൽക്കാലത്തേക്കാണ്. അപ്പോൾ ഒപ്പം നിൽക്കുന്നവർക്ക് ആജീവനാന്ത പെൻഷൻ ആ കുട്ടിക്ക് അവിടെ വെച്ച് തന്നെ കൊടുക്കും. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ കലക്ടറെ വിളിച്ചു പറഞ്ഞു അടുത്ത 1 മാസത്തിനുള്ളിൽ ആ വീട്ടിലേക്ക് ഉണ്ടായിരിക്കും. ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരുന്ന ജനങ്ങളുടെ, ഒരു ജനപ്രതിനിധിയുടെ മുന്നിലേക്ക് വരുന്ന ജനങ്ങളുടെ ആപരാധികളും സങ്കടങ്ങളും കേൾക്കുക മാത്രമല്ല, ആ കേൾക്കുന്നത് കേട്ടിട്ട് അവിടെ കളയുക മാത്രമല്ല, അതിന്റെ അവസാനം വരെ കണ്ടെത്തി അവർക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് ആ ജനപ്രതിനിധി ജനസേവകനായിട്ട് മാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ജനസേവനത്തിന്റെ കാലഘട്ടമായിരുന്നു എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് 37 മണിക്കൂർ എടുത്തു അദ്ദേഹത്തിന്റെ വിലാപയാത്ര തിരുവനന്തപുരത്ത്. സമാനതകളെ ലോകചരിത്രത്തിലെ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് പറയാനുള്ള അത്തരം സമാന രീതിയിലുള്ള വിലാപയാത്രകൾ ഈ 37 മണിക്കൂർ ഞങ്ങളൊക്കെ ആ ഭാഗത്തിലുണ്ടായിരുന്നതാണ്. 2 ഭാഗത്ത് നിൽക്കുന്ന ഓരോരാൾക്കും മറ്റു നിൽക്കുന്ന ആളുകൾക്കും ദശലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ആളുകൾക്കും അവരുടെ കണ്ണു നോക്കിയാൽ അറിയാം അവർക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ വിലാപയാത്ര വരുമ്പോൾ
വിങ്ങിപ്പൊട്ടുന്നവരായി മാറി. അവരുടെ എല്ലാം മനസ്സിലാക്കുന്നത് എന്നെ ഈ മനുഷ്യൻ എങ്ങനെ എന്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു അന്ന് കേരളം ശ്രദ്ധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് സംശയമില്ല. ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് നാല് തവണയാണ് അദ്ദേഹം നടത്തിയത്. 12.5 ലക്ഷം ജനങ്ങളെയാണ് അദ്ദേഹം നേരിട്ട് കണ്ടത്. 12.5 lakhs 12 ലക്ഷം ജനങ്ങളെ നേരിട്ട് കണ്ട് ഒരു എങ്ങനെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയേറെ ജനങ്ങൾ നേരിട്ട് കാണാൻ സ്വഭാവം നമുക്കറിയാം. ഞാനിപ്പോൾ നോക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ഫ്രണ്ട് പേജിലെ വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് CCTV ക്യാമറ വെച്ച് ട്രാൻസ്പെറൻസിയുടെ ഏറ്റവും വലിയ ലക്ഷണമാക്കി അതിനെ മാറ്റിയതിനെ ന്യൂയോർക്ക് ടൈംസ് എന്ന ഫ്രണ്ട് പേജിൽ എഴുതിയൊരു സ്റ്റോറി ഇപ്പോഴും നമ്മുടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു ജനപ്രതിനിധി, ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ. ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തോടൊപ്പം അദ്ദേഹത്തെ ഉയർത്തിയെടുപ്പായിരുന്നു. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് ആരോപണങ്ങളുടെ പുകമറയിൽപ്പെടുത്തി അദ്ദേഹത്തെ മോശമാക്കാൻ ശ്രമിച്ച കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഞാനത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ഒരിക്കലും ഓർമ്മിക്കാൻ മനസ്സുകൊണ്ട് നമുക്ക് സമ്മതിക്കാത്ത ആവശ്യമായ കാര്യങ്ങൾ അതെല്ലാത്തിനെയും അതിജീവിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷെ ഇന്നും ഉമ്മൻചാണ്ടി ഏറ്റവും ഉയരത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞാനെപ്പോഴും ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. 150 നൽകി, മഹാഭൂരിപക്ഷം നൽകി. ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ സെക്രട്ടേറിയറ്റ് തുറന്നു കൊടുത്തത്. ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആഴ്ചതോറുള്ള മാധ്യമ സമ്മേളനങ്ങൾ ഇത് രണ്ടും നിർഭാഗ്യവശാൽ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റ് നിർത്തലാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ വീണ്ടും ആദ്യം സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതോടൊപ്പം മാധ്യമ സമ്മേളനവും ആരംഭിച്ചു. അത് ജനങ്ങളിലേക്കുള്ള ട്രാൻസ്പെറൻസിയുടെ UDFന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഏറ്റവും വളരെയേറെ അഭ്യന്തരാത്മകമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു UDFന്റെ ഉജ്ജ്വലമായ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റത്തിൽ പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പുതുപ്പള്ളിക്കാരോട് ഞാൻ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ് ചാണ്ടി. അപ്പം പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ജയിക്കാൻ. പക്ഷെ അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെല്ലാവരും സമ്മതിക്കും, നമ്മളെല്ലാം വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ കേരളത്തിന് കാഴ്ചവെച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ കാലത്തെ ഭരണരംഗത്ത് അദ്ദേഹം കാണിച്ച പ്രവർത്തന ശൈലിക്കുള്ള ഒരു അംഗീകാരം കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, കണ്ണൂരിൽ അദ്ദേഹം എത്തി. പ്രതിഷേധമുണ്ടാവും മുഖ്യമന്ത്രിക്കെതിരെ. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, അദ്ദേഹം തലക്ക് പരിക്കും. കേരളം തദ്ദേശ അവസ്ഥയായി. എല്ലാവരും മുഖ്യമന്ത്രി പ്രതികാരദാഹിയായിട്ട് അവരെ ആഞ്ഞു വീശുമെന്നായിരുന്നു വിചാരിച്ചു. പക്ഷെ മുഖ്യമന്ത്രി ജയമേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ യാതൊരു നടപടിയും അവർക്കെതിരെ നടപടി സ്വീകരിക്കരുത്, അവരെ ടച്ച് ചെയ്യരുത്. അവരെ പ്രതിഷേധം രേഖപ്പെടുത്തി, എനിക്ക് പരിക്ക് പറ്റി, ഒന്നും കുഴപ്പമില്ല. എന്തൊരു മാഗ്നാനിമിറ്റിയുള്ള നിലപാടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് കേരളത്തിലെ കോൺഗ്രസിന് വോട്ട് കിട്ടുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചതെന്ന് പറയാൻ കാരണം, കേരളം കണ്ടു പിന്നീട് ഒരു മുഖ്യമന്ത്രിയെ രണ്ടുപേര് പാവപ്പെട്ട ചെറുപ്പക്കാർ ഒന്ന് കരിങ്കൊടി വീശിയപ്പോൾ അവിടെ സ്വന്തം ഗവൺമെന്റ് അടിച്ചപ്പോൾ ആ ഗവൺമെന്റ് നടത്തുന്ന രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളം കണ്ടു. ഞാൻ അതിന്റെ വരുമാനങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ രണ്ട് ശൈലികളുടെ വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും. തനിക്ക് പരിക്കേറ്റാലും എറിഞ്ഞവരെ പ്രതികാര ബുദ്ധിയോടെ കാണരുത്, തന്നെ എതിർക്കുന്നവരായാൽ പോലും പ്രതികാര ബുദ്ധിയോടെ കാണരുത് എന്ന് പറയുന്ന സമീപനവും സ്വാഭാവികമായ പ്രതിഷേധങ്ങളെ പോലും തല്ലി കൊന്നു തീർക്കാൻ ശ്രമിച്ചാൽ അതിനെ ന്യായീകരിക്കുന്ന സമീപനം, ഈ രണ്ടും കൂടിയിട്ട് കേരളം വെച്ചു നോക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് താരതമ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് UDFന്റെ വിജയങ്ങളിൽ ഒന്നായി ഉമ്മൻചാണ്ടി ഇമ്പാക്റ്റും എഫക്റ്റും വന്നു എന്ന് ഞാൻ പറയാൻ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം.
അതുകൊണ്ട് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിലെ കേവലം ഒരു നേതാവ് മാത്രമായിരുന്നില്ല, കോൺഗ്രസിന്റെ ഒരു നേതാവ് മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ എല്ലാമായിരുന്നു, വഴികാട്ടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രവർത്തകരെ ാക്കുന്ന കൾച്ചർ ഇന്നിപ്പോ എല്ലാ ഇടതുപക്ഷ സുഹൃത്തുക്കളും എല്ലാം അത് പ്രാവർത്തികമാക്കി. എല്ലാ പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവർക്ക് കിട്ടുന്നതിനേക്കാൾ അധികാരം കൊടുക്കാൻ ജനസേവകർ അവർക്ക് നൽകുന്ന കാലത്തേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. സംശയം ഉമ്മൻചാണ്ടി നമ്മളിൽ മരിച്ചുപോയില്ല, ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോയില്ല. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് നമ്മളെ പറയാറുള്ള മഹാന്മാരെ കുറിച്ച് ഒരു സംശയവുമാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തനാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള ജനവിശ്വാസം എന്ന് നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം പോരാ, അദ്ദേഹത്തെ കുറിച്ച് നിരന്തരമായി ഓർമ്മിക്കാൻ നമുക്ക് സ്മാരകങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര അദ്ദേഹത്തിനുണ്ടാക്കി. കഴിഞ്ഞ കോർട്ട് ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവിന്റെ, മുഖ്യമന്ത്രിയുടെ, ആ ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വാഗ്ദാനമായിരുന്നു, സമ്മാനമായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ യുഡിഎഫിന്റെ ഗവൺമെന്റ് വന്ന ആദ്യത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ എനിക്ക് നമ്മുടെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, വിഴിഞ്ഞം കോർട്ടിലൊരു പേര് നൽകുന്നില്ലെങ്കിൽ അതിന് മറ്റൊരു പേരല്ല, അത് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. കേരള സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന്റെ ഒരു വലിയ ശബ്ദം കൊടുത്ത വലിയ മെസ്സേജിംഗ് ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് നമുക്ക് പാർട്ടിക്കും ഗവൺമെന്റിനും കുറച്ച് സ്മാരകങ്ങൾ ഉണ്ടാകാം. അത് കേവലം മന്ദിരങ്ങളും പുസ്തകങ്ങളും മാത്രമല്ല, പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു തലമുറയെ മുഴുവൻ, അതുപോലെ അവരുടെ ഗവേഷണത്തിന്റെ കാലത്തേക്കും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാലത്തും സഹായിക്കത്തക്കവണ്ണമുള്ള നല്ല സ്മാരകങ്ങൾ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കണം. അതുപോലെ പാർട്ടിയും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നടപടി ചെയ്യണമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം. നിങ്ങൾ ചെയ്യുമെന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഈ സ്മരണ ഒതുക്കുന്നതിന് ഇവിടെ എത്തിച്ചതാണ് സന്തോഷമുണ്ട്. ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ഉൾപ്പെടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പുസ്തകങ്ങളെ പറ്റിയ പ്രതിപക്ഷം അത് 53,000. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് ചാണ്ടി ഉമ്മൻ്റെതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നു പറഞ്ഞു, നഗ്നപാതായി നടക്കുന്നതിനാണ് ആദ്യമല്ല, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ, ചെരുപ്പില്ലാതെയാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, ഇവരോടൊന്ന് ചെരുപ്പിടാൻ പറയാനോ, അല്ലെങ്കിൽ ഈ തണുപ്പത്ത് ബുദ്ധിമുട്ടാണോ. ചാണ്ടി കേട്ടിട്ട് വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. പോസ്റ്ററില്ലാതെ, പ്രചരണമില്ലാതെ. എല്ലാവരും പറഞ്ഞു നിൽക്കട്ടെ, ഇതിന്റെ ആൾ മത്സരത്തിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു ആരോപണം വരുമ്പോൾ പോസ്റ്ററില്ലാതെ എങ്ങനെ മത്സരിക്കും? പോസ്റ്ററില്ലാതെ 53,000 രൂപയുള്ള ഭൂരിപക്ഷം ചാണ്ടിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച രീതികൾ, ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥത, ഒരു വിഷയം ഏറ്റെടുത്താൽ നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം, അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പിൻഗാമി ഇവിടെ ഉണ്ട് എന്ന്, ഇത് പിൻഗാമി കേരളത്തിലുണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്ന് ചാണ്ടിയുടെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ചാണ്ടിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടിയുടെ സ്മരണ ഒരിക്കലും നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ശക്തിയായി, കരുത്തായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകണം എന്നുള്ള മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇതിവിടെ ഞാൻ അറിയാം, ഇവിടെ അവിടെ ഉമ്മൻചാണ്ടിയുടെ അവിടെ മുമ്പിൽ മെഴുകുതിരികളുണ്ട്. ഏത് മഴയത്തും ഏത് വെയിലത്തും അണയാത്ത മെഴുകുതിരി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ കൈത്തിരി നാളത്തിന് ശ്രദ്ധിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഈ കൈത്തിരി ഒരു പ്രകാശമായി കാണുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് വഴികാട്ടിയായി ഈ കൈത്തിരി പുതുപ്പണിയിൽ കത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഒരുപാട് വലിയ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഇനിയിപ്പോ പുതുപ്പള്ളിക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം സ്വപ്നമായിട്ടുള്ള വലിയൊരു പ്രോജക്ടിന്റെ ഒപ്പിടിയിൽ ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് സാജദ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കീബോർഡ്സിനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ആൻഡ് KC സർ, കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ മരണമില്ലാത്ത ജീവിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസത്തിൽ ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുള്ളൂ. വലിയ നേതാക്കൾ അധികാരം കൊണ്ടല്ല, മനുഷ്യരോടുള്ള കാര്യത്തിൽ ഇടപെടൽ കൊണ്ടാണ് വലിയവനാകുന്നത് കാണിച്ചെന്ന മനുഷ്യനാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സർ. ഒരു ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അത് മറക്കാതെ ചെയ്യുന്ന നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.